ഹലോ ഡേഡീസ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ദിസ് സിയാത്തിലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ തുടർച്ചയായ ഒരു 7 ദിവസത്തെ റാലിക്ക് ശേഷം നിഫ്റ്റി ഇന്ന് ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ ഇന്ന് കണ്ടു. ഈ ഒരു 7 ദിവസത്തിൽ നിഫ്റ്റി 1600 പോയിന്റിന്റെ റാലി രേഖപ്പെടുത്തിയിരുന്നു. FIസിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ട്, റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ബൈയിങ്, ഡിഫൻസ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ് സ്റ്റോക്കുകൾ, ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുത്തു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വന്നിരുന്നു. അത് പോസിറ്റീവ് അല്ലായിരുന്നോ എങ്കിൽ കൂടിയും US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ തന്നെ നിലകൊണ്ടു. പിന്നീട് ഗ്ലോബൽ മാർക്കറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു കനത്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും നെഗറ്റീവാണ്. US നിന്ന് പ്രധാന ഈവന്റ് ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നാളെ വരുന്ന US GDP ഡേറ്റയാണ്. ഈ GDP ഡേറ്റ വരുന്നതിന് മുമ്പേ കുറച്ച് അനലിസ്റ്റുകളെല്ലാം തന്നെ US റിസഷൻ സാധ്യതകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എനിവേ, ഈ GDP ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫോള് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ഫോളിന് കാരണമായിട്ടുള്ളത് IT സെക്ടറുകളും എനർജി സെക്ടറുകളൊക്കെ ആയിരുന്നു. NTPC കൂടാതെ തന്നെ ടെക്കം എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ കണ്ടു. സെൻസെക്സും നിഫ്റ്റി എല്ലാം തന്നെ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ ഇന്നുണ്ടായിരുന്നു. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിന്റെ പുതിയൊരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രസ്താവന, വിദേശ രാജ്യത്തിൽ നിന്ന് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മേൽ 25% താരിഫ് ഹൈക്ക് ചെയ്യും എന്നുള്ള ആ ഒരു പ്രസ്താവനയായിരുന്നു. പക്ഷെ അത് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ റിയാക്ട് ചെയ്തത് കണ്ടു. ഇന്നലെ ഓയിൽ കമ്പനീസ് ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിരുന്നു. ഇനി ഇന്ന് നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്കുകളിൽ 40 കമ്പനീസിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി BSE കമ്പനീസിൽ. BSE സെൻസെക്സ് മാത്രം ഏകദേശം 730 പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. IT ടെക് സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഫോസിസ്, ടെക്കം തുടങ്ങിയ കമ്പനീസിലാണ് കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ് ഏറ്റവും താഴെയുള്ളത്. CSE 40, ഡാക്സ് എല്ലാം തന്നെ നെഗറ്റീവായ സെന്റിമെന്റ്സിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇനി അതിന് മുകളിൽ ഇന്ത്യ വിക്സ് ഇന്ന് ഫോളോ ചെയ്ത് 13 റേഞ്ചിലാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഓൾമോസ്റ്റ് മിഡിലായിട്ട് കാണാം ഡോ ഫ്യൂച്ചർ. ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് ഡോ ഫ്യൂച്ചർ. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. കൊറിയ കോസ്പി പോസിറ്റീവായിരുന്നു. ചൈന മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഓസ്ട്രേലിയ X200 ഫ്ലാറ്റ് ആയിരുന്നു. അതിന് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $3017 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 73 ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 88 എന്ന റേഞ്ചിൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രസ്താവന, വെനിസ്വേല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒരു ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മേലുള്ള 25% ഒരു താരിഫ് ഹൈക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. L&Tക്ക് 15,000 കോടി രൂപയുടെ ഒരു ഓർഡർ ഖത്തർ എനർജിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസുകളുണ്ട്. ഇത് മാർക്കറ്റിലുള്ള ന്യൂസുകൾ മാത്രമാണ്, വൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്ന് സ്റ്റൈലം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് കമ്പനി. പ്രധാനമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് സോളിഡ് സർഫസ് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക് മേലുള്ള ഒരു താരിഫ് ഹൈക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഡൊമസ്റ്റിക് മേഖലയിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സ്റ്റൈലസ് ഇൻഡസ്ട്രീസിന് ഗുണകരമായിട്ടുള്ളത്. സ്വിഗ്ഗി, സൊമാറ്റോ കമ്പനീസ് സെപ്കോയുടെ വരവോട് കൂടിയിട്ട് ഏകദേശം 16,000 കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയി ഈ ഒരു ഫുഡ് ഡെലിവറി കമ്പനീസിന്. പുതിയതായിട്ട് BFO സെക്യൂരിറ്റീസും ഈ ഒരു സ്വിഗ്ഗി, സൊമാറ്റോനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള ഫുഡ് ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ല. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ സ്റ്റാർലിങ്ക് പോലെയുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര കമ്പനീസ് ഈ ഒരു ഫുഡ് ഡെലിവറി ബിസിനസ്സിലേക്ക് കടന്നു വന്നാലും അത്ര കമ്പനീസും കൂടി ഇന്ത്യൻ ജനസംഖ്യക്ക് കേറ്റർ ചെയ്യാൻ തക്കവണ്ണമുള്ള ജനസംഖ്യ നമുക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വലിയ ബിസിനസ്സുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാൻ കാരണം. ഏകദേശം 140 കോടി ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ ഒരു രാജ്യത്ത് ഇനിയും ഫുഡ് ബിസിനസ് എല്ലാം തന്നെ സ്റ്റാർലിങ്ക് ഇൻ കേസ് വരാണെങ്കിൽ വളരെ പെട്ടെന്ന് സംഭവിക്കും ഒരു ഇന്റർനെറ്റ് റവല്യൂഷൻ. അത് വന്നില്ലെങ്കിൽ
വളരെ ഗ്രാജുവൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ജിയോയും എയർടെലും വളരെ സാവധാനം ഇന്ത്യയിലെ മറ്റൊരു റൂറൽ ഏരിയയിലൊക്കെ തന്നെ ഇൻ്റർനെറ്റ് വികസിപ്പിക്കും. ഗെയിലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഗെയില് ഇവരുടെ നാച്ചുറൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇന്ത്യ മൊത്താകെ 30,000 കോടി രൂപയുടെ ഈ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് എല്ലാ കമ്പനീസും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഗെയിലിനും അത്തരം ഒരു പദ്ധതി ഉണ്ട്. അപ്പോൾ ഗെയിലിൻ്റെ ആ ഒരു പദ്ധതി ബോർഡ് അംഗീകാരം കൊടുത്തു എന്നുള്ള ഒരു ന്യൂസാണ് ഉള്ളത്. ഇനി മാരുതി സുസുക്കി അവർ കരക്കൊണ്ടയിൽ 7,410 കോടി രൂപ മുടക്കി അവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ ആരംഭിക്കുകയാണ്. മാരുതിക്ക് വളരെ അടുത്ത് തന്നെ അവരുടെ EV കാറുകൾ നിലവിൽ വരും. അപ്പോൾ ഓൾറെഡി തന്നെ ടയോട്ടയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബിസിനസ് മാരുതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവൻ ഈ ടെസ്ല എല്ലാം തന്നെ വരുമ്പോൾ ആളുകൾ കരുതും പോലെ ഈ മാരുതിയുടെ സെഗ്മെന്റിനോ അല്ലെങ്കിൽ M&Mന്റെ സെഗ്മെന്റിനോ ഭീഷണി ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. കാരണം പ്രീമിയം EV കാറുകളായിരിക്കാം ടെസ്ലയുടെ ഒരു ബിസിനസ്. അപ്പോൾ അത്തരം കാറുകൾ മാരുതിയോ ടാറ്റ മോട്ടോഴ്സോ ഈവൻ M&Mോ ഇത് നിലവിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്ല വേറൊരു സെഗ്മെന്റിലായിരിക്കും മീൻസ് കാറുകളുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റാർലിങ്ക് വരുമ്പോൾ എയർടെലിനോ ജിയോക്കോ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5,000 റുപ്പീസ് പ്രീമിയം, അതായത് മന്ത്ലി സബ്സ്ക്രിപ്ഷനുള്ള വേറെ ടൈപ്പ് പാക്കേജുകളൊക്കെയാണ്. അത് നിലവിലുള്ള ജിയോക്കോ എയർടെലിനും ചെയ്യുന്ന ബിസിനസ് അല്ല സ്റ്റാർലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതും പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇനി നുവാമ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം സൊമാറ്റോ, ജിയോ ഫിനാൻസ് ഈ രണ്ട് കമ്പനീസും ഈ നിഫ്റ്റി 50ലേക്ക് ഇൻക്ലൂഷൻ വരും. അപ്പോൾ ഈ നുവാമ പറയുന്നത് ഈ രണ്ട് കമ്പനീസും ഏകദേശം 391 മില്യൺ 200 മില്യൺ റുപ്പീസിൻ്റെ എല്ലാം തന്നെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാകുമെന്നുള്ളതാണ് നിഫ്റ്റി 50ലേക്ക് ഇടം പിടിക്കുമ്പോൾ. എയർടെൽ IPTV സീരീസ് 2000 സിറ്റീസിൽ ലോഞ്ച് ചെയ്യുകയാണ്. IPTV സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അത് 2000 സിറ്റീസിലേക്ക് എയർടെൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി ലക്ഷ്മി ഡെന്റൽ കമ്പനി, ലക്ഷ്മി ഡെന്റൽ ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നുവാമ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തതാണ് കാരണം. എയർടെലിനെ സംബന്ധിച്ചുള്ള മറ്റൊരു ന്യൂസ് ഉള്ളത്, എയർടെലിലെല്ലാം തന്നെ അവരുടെ 5G സ്പെക്ട്രത്തിൻ്റെ എല്ലാം തന്നെ 5,985 ഡ്യൂ അല്ല, ആദ്യമേ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് കമ്പനി നടത്തിയെന്നുള്ള ഒരു കാര്യം എയർടെലിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി L&T മൈൻട്രി കമ്പനി, മറ്റുള്ള IT കമ്പനീസ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും L&T മൈൻട്രിയിൽ ഇന്ന് ഇടിവൊന്നും കണ്ടില്ല. പ്രധാനമായിട്ടും UAE BC അർണക്കോ ഗ്രൂപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി BDL കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 4,362 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. ഇനി ഡിഫൻസ് സെക്ടറിലുള്ള HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി, അവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് തേജസ് MK1A ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള എൻജിൻസ് എല്ലാം തന്നെ ഡെലിവറി ഈ HAL ആരംഭിച്ചു. അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ ഗവൺമെന്റിന് ശക്തമായിട്ടുള്ള ആശയമുള്ളത്, നിലവിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഈ ഡിഫൻസ് ഉപകരണങ്ങൾ ഇവിടെ നിർമ്മിക്കുക, നമ്മൾ ഉപയോഗിക്കുക, അതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മളുടെ ആ ഒരു ചിന്ത. ഇവിടെ ഒരു ഡിഫൻസ് എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറ്റുകയാണെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. അപ്പോൾ HAL ലൈറ്റ് വെയ്റ്റ് ചോപ്പേഴ്സ് എല്ലാം തന്നെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഓൾറെഡി HALന് ഉണ്ട്. അത് ഇസ്രായേലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ് HALന് നിലവിലുള്ളത്. ഇനി പോളി ക്യാപ്പായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, പോളി ക്യാബ് നമുക്കറിയാം ഈ വയർ ബിസിനസ്സിലേക്ക് ആദ്യം ആര് കടന്നു വന്നു? അൾട്രാടെക് സിമന്റ് കടന്നു വന്നു. അന്നൊക്കെ ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി. പിന്നീട് അദാനി ഗ്രൂപ്പ് കടന്നു വന്നു, അന്നും ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ആ ഒരു ഈ ഇലക്ട്രിക്കൽ വയർ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പോളി ക്യാബ് എന്ത് ചെയ്തു? പുതിയ ഇവരുടെ സെയിൽസ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. രാജേഷ് രജ്പുത് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു. ഇദ്ദേഹം ഹാവൽസിലെല്ലാം തന്നെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ന്യൂസുകൾ. നമ്മളുടെ ഒരു ആശയം, ഇനി നമ്മളുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ന്യൂസുകൾ നിങ്ങൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. പക്ഷേ ഒരുപാട് മണിക്കൂറുകൾ ചെകന്ന് നമ്മൾ നോക്കുന്ന ന്യൂസുകൾ ഒരു 8 മിനിറ്റിൽ മാക്സിമം ഒതുക്കി ഗ്ലോബൽ ലോക്കൽ ന്യൂസുകളെല്ലാം തന്നെ
തരിക എന്നുള്ളതാണ് നമ്മളുടെ ചാനലിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപയോഗപ്പെട്ടതാണ്. ഇപ്പോൾ ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്ത ആളുകൾക്കും ഇത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആളുകൾക്കും ഇത് ഷെയർ ചെയ്യുക, എല്ലാ ആളുകൾക്കും ഇൻഫർമേഷൻസ് കിട്ടുക, നമ്മൾ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിവേ, താങ്ക് യു.